വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മൺഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് റിവ്യൂവും കാര്യങ്ങളായിട്ടൊന്നല്ല. ഇന്ന് നമ്മളൊരു ഏതൊരു ഇന്ത്യക്കാരുടെയും ഒരു അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് ആയ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പ്സിൻ്റെ മോസ്റ്റ് കേപ്പബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഓഫ് റോഡ് വെഹിക്കിൾ ഇത് ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിന് വിധേയമായിരിക്കുകയാണ്. ആ ഒരു വാഹനം നമ്മളുടെ ലോകത്തിനെ തന്നെ ഞെട്ടിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. മഹീന്ദ്രയുടെ നമ്മൾ മുന്നേ കുറെ വാഹനങ്ങൾ ഇതേപോലെ ക്രാഷ് ടെസ്റ്റിനെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മഹീന്ദ്രയുടെ താറ് ഇതേപോലെ ക്രാഷ് ടെസ്റ്റിന് വിധേയമായിരിക്കുകയാണ്. ക്രാഷ് ടെസ്റ്റ് എങ്ങനെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് കൊളീഷൻ, അതുപോലെ സൈഡ് കൊളീഷനും പിന്നെ ESP ആണ് അവർ മെയിനായിട്ട് ടെസ്റ്റ് ചെയ്തത്. ഒരു പോയിന്റിൽ ശരിക്കും ലോകത്തിനെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണും. മഹീന്ദ്ര താറിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹീന്ദ്രയുടെ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്ര താറിന് 5 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു നേടേണ്ടതായിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് തലനാരിഴക്കാണ് അത് മിസ്സായി പോയത്. ഇപ്പോൾ നമുക്ക് മഹീന്ദ്ര താറിന് അറിയാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് സേഫസ്റ്റ് ഓഫ് റോഡ് വെഹിക്കിൾ ഇൻ ഇന്ത്യ എന്നുള്ള പേരിലാണ്. ഭയങ്കര ഒരു അടിപൊളിയായിട്ടുണ്ട്. ഇത് മറ്റുള്ളൊരു മാനുഫാക്ചേഴ്സിനെ കൂടിയും എൻകറേജ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരേനെ എന്താ പറയുക, ഇതേപോലുള്ള സേഫസ്റ്റ് കാറുകൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്, നമ്മളും കൂടി ഇതേപോലെ സേഫ് ആയിട്ടുള്ള കാറുകൾ ഉണ്ടാക്കണം, കൺസ്ട്രക്ട് ചെയ്ത് മുന്നിലോട്ട് വരണം എന്നുള്ള അവർക്ക് എല്ലാവർക്കും കൂടി ചിന്തിക്കാൻ പറ്റുന്ന കാര്യത്തിലെ ലെവലിലാണ് മഹീന്ദ്ര ഈ ഒരു സംഭവം സ്കോർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ക്രാഷ് ടെസ്റ്റിന് ഉപയോഗിച്ച ഡമ്മിയുടെ നെക്കിനും അതുപോലെ തന്നെ ഹെഡിനും പിന്നെ ചെസ്റ്റ് ഭാഗത്തും വളരെയധികം നല്ലൊരു പ്രൊട്ടക്ഷനാണ് നൽകിയത് എന്നാണ് പറയുന്നത്. ഈ പോയിന്റിൽ മാത്രമാണ് ചെറിയൊരു ഡാമേജ് കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. അത് കാരണമാണ് അതിന് 5 സ്റ്റാർ നേടാണ്ട് പോയത്. അഡൽട്ട് സേഫ്റ്റി റേറ്റിംഗ് പോയിന്റിൽ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് മഹീന്ദ്ര താറ് നേടിയത്. അതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി മഹീന്ദ്ര താർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ആൾക്കാരെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സ്വന്തമാക്കണം എന്നുള്ള ലെവലിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മളന്ന് റിവ്യൂ ചെയ്തപ്പോൾ കണ്ടതാണ്. ബോഡി ക്വാളിറ്റി എല്ലാം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെയിൻ ക്വാളിറ്റിയും എല്ലാം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ മഹീന്ദ്ര താർ നേടിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനത്തിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയതിൽ ചൈൽഡ് സേഫ്റ്റിയിൽ 4 സ്റ്റാർ റേറ്റിംഗ് നേടിയതിൽ ആദ്യത്തെ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അത് മഹീന്ദ്രയുടെ XUV 300 ആണ്. അത് ക്രാഷ് ടെസ്റ്റിൽ നേടിയ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37.44 ആണ്. എന്നാൽ നമ്മുടെ മഹീന്ദ്ര താർ അതിനെ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ചൈൽഡ് സേഫ്റ്റിയിൽ നേടിയിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 49ൽ 41.11 നേടിയിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു സംഭവം തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ചൈൽഡ് സേഫ്റ്റിയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനത്തിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയതിൽ 4 സ്റ്റാർ റേറ്റിംഗ് നേടിയതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മഹീന്ദ്ര താറാണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത്രയും സേഫ്റ്റി മുന്നിൽ കണ്ടിട്ടുണ്ട്. 64 km/hലാണ്, അതായത് 64 km/hലാണ് ക്രാഷ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രാഷ് ടെസ്റ്റിലുള്ള ആ ഒരു ഫോഴ്സിനെക്കാട്ടിലും കൂടുതൽ ഒരു ഫോഴ്സിനെ താറിന്റെ ബോഡിക്ക് താങ്ങാൻ കെൽപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് കൂടി സ്ട്രോങ് ആണ് ഈ ഒരു വാഹനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ചൈൽഡ് സേഫ്റ്റിയിൽ ഇത്രയും കൂടുതൽ പോയിന്റ്സ് നേടാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല. അതിൽ നമുക്ക് കുറേ അധികം സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതായത് ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ എല്ലാ വേരിയൻസിലും വരുന്നത്. സൈഡ് ഇമ്പാക്റ്റിലും മഹീന്ദ്ര സ്കോർ ചെയ്തിട്ടുണ്ട്. അതും മറ്റൊരു കാര്യം തന്നെയാണ്. ESP ടെസ്റ്റിങ്ങിലും മഹീന്ദ്രയുടെ താറ് പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഓഫ് റോഡ് വെഹിക്കിളിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ താറിനാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പറയുന്നുണ്ട് മഹീന്ദ്ര താർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി റാംഗ്ലർ ആണ്. ആ റാംഗ്ലറിനെ പോലും അടിച്ചിട്ടുകൊണ്ടാണ് നമ്മുടെ മഹീന്ദ്ര താർ ഇപ്പോൾ തിളങ്ങുന്നത്. അതായത് നമ്മുടെ ജീപ്പ് റാംഗ്ലറിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സ്റ്റാർ റേറ്റിംഗ് ആണ് യൂറോ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ താറിന് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിട്ടുള്ളത്. അത് ഒരു എന്താ പറയുക, ഒരു ഇന്ത്യൻ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ മഹീന്ദ്രയുടെ വാഹനങ്ങൾ ക്രാഷ് ടെസ്റ്റ് നടത്തിയതെല്ലാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് നിൽക്കുന്നത്. മഹീന്ദ്രയുടെ മേറാസോ 4 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. XUV 300 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങളിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XUVയുടെ 300 ആണ് കേട്ടോ സേഫ്റ്റി റേറ്റിംഗിൽ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഹീന്ദ്രയുടെ ഒരു വണ്ടി പോലും
സേഫ്റ്റി റേറ്റിംഗിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് തന്നെയാണ് ഇപ്പോൾ ഈ താറിൻ്റെ കാര്യത്തിലും ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ ചാനലാണ്. നിങ്ങൾക്ക് അതിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടണോട് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.